JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ചേർന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Whose name is associated with the concept of deconstruction? Whose name is associated with the concept of deconstruction? Option A C.H. Cooley, option B Schutz, option C G.H. Mead, option D Derrida. ഏതാണ് ശരി ഉത്തരം? ഡീകൺസ്ട്രക്ഷൻ എന്ന ആശയവുമായി ആരുടെ പേരാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഡീകൺസ്ട്രക്ഷൻ എന്ന ആശയവുമായി ആരുടെ പേരാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ ഓപ്ഷന്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, ഡെറിഡ. അടുത്ത ക്വസ്റ്റ്യൻ. Knowledge is always an exercise of power and power always a function of knowledge. Who said this statement? അറിവ് എല്ലായ്പ്പോഴും ശക്തിയുടെ പ്രയോഗമാണ്, അധികാരം എല്ലായ്പ്പോഴും അറിവിന്റെ പ്രവർത്തനമാണ്. ആരാണ് ഈ പ്രസ്താവന പറഞ്ഞത്? ആരാണ് ഈ പ്രസ്താവന പറഞ്ഞത്? ആർക്കെങ്കിലും അറിയാവോ? അറിവ് എല്ലായ്പ്പോഴും ശക്തിയുടെ പ്രയോഗമാണ്, അധികാരം എല്ലായ്പ്പോഴും അറിവിന്റെ പ്രവർത്തനമാണ്. ആരാണ് ഈ പ്രസ്താവന പറഞ്ഞത്? ആരാണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരാണ്? ഫോക്കോൾട്ട് ആണ് അല്ലെ, ഫോക്കോൾട്ട്. Knowledge is always an exercise of power and power always a function of knowledge. Who said this statement? Foucault ആണ് correct answer. അടുത്ത question. Who is the founding father of ethnomethodology? അതായത് എത്തനോമെട്രോളജിയുടെ സ്ഥാപകൻ ആരാണ്? Who is the founding father of ethnomethodology? ആരാണ്? ആർക്കെങ്കിലും അറിയാവോ ഇതിന്റെ എത്തനോമെട്രോളജിയുടെ സ്ഥാപകൻ ആരാണ് എന്ന്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരാണ്? ശരി ഉത്തരം ആരാണ്? ഗാർഫിങ്കൽ ആണ് അല്ലെ, ഗാർഫിങ്കൽ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following capital is not a part of the theoretical perspective by Pierre Bourdieu? അതായത് ഈ പിയറി ബോർഡിയുവിന്റെ സൈദ്ധാന്തിക വീക്ഷണത്തിന്റെ ഭാഗമല്ലാത്ത ഇനി പറയുന്ന മൂലധനം ഏതാണ്? പിയറി ബോർഡിയുവിന്റെ സൈദ്ധാന്തിക വീക്ഷണത്തിന്റെ ഭാഗമല്ലാത്ത ഇനി പറയുന്ന മൂലധനം ഏതാണ്? ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? നമുക്ക് നോക്കാം അല്ലെ, ഏതാണ്? പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ആണ് അല്ലെ, പൊളിറ്റിക്കൽ ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ. The concept of other and alter ego is associated with dash. അതായത് other and alter ego എന്ന ആശയം ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആലോചിച്ച് നോക്കിയേ, ആർക്കെങ്കിലും അറിയോ? other and alter ego എന്ന ആശയം ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓറിയന്റലിസം. ഓറിയന്റലിസം ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. Who is the propounder of the theory duality of structure? അതായത് ദ്വൈത ഘടന എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ദ്വൈത ഘടന എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? Who is the propounder of the theory duality of structure? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ, ആന്തോണി ഗിഡൻസ്. ആന്തോണി ഗിഡൻസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not the principle of Collins conflict perspective? അതായത് ഇനി പറയുന്നവർ ഏതാണ് കോളിൻസ് വൈരുദ്ധ്യ വീക്ഷണത്തിന്റെ തത്വം അല്ലാത്തത്? Which of the following is not the principle of Collins conflict perspective? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ്റെ അകത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇനി പറയുന്നവയില് ഏതാണ് കോളിൻസ് വൈരുദ്ധ്യ വീക്ഷണത്തിന്റെ തത്വമല്ലാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം?
കോഓപ്പറേഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The theory of communicative action. The book was written by. Theory of communicative action എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷന്റെ അകത്ത് ആരാണ് തിയറി ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ എന്ന പുസ്തകം എഴുതിയത്? ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് നോക്കാം ആരാണ് എഴുതിയെന്ന്. ഹാബർമാസ് ആണ് അല്ലെ. ഹാബർമാസ് ആണ് ദ തിയറി ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ എന്ന പുസ്തകം എഴുതിയത്. ഹാബർമാസ്. അടുത്ത ക്വസ്റ്റ്യൻ. The components of social structure are human beings. Who states this? അതായത് ഈ സാമൂഹ്യ ഘടനയുടെ ഘടകങ്ങൾ മനുഷ്യരാണ്. ആരാണ് ഇത് പ്രസ്താവിക്കുന്നത്? സാമൂഹിക ഘടനയുടെ ഘടകങ്ങൾ മനുഷ്യരാണ്. ആരാണ് ഇത് പ്രസ്താവിക്കുന്നത്? ഈ ഓപ്ഷന്റെ അകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിന്റെ അകത്ത് ശരി ഉത്തരം ഏതാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം എന്ന്? ഏതാണ്? റാഡ്ക്ലിഫ് ബ്രൗൺ. റാഡ്ക്ലിഫ് ബ്രൗൺ ആണ്. The components of social structure are human beings. Who states this? Radcliffe Brown. അടുത്ത ക്വസ്റ്റ്യൻ. The middle range theory propounded by dash. middle range സിദ്ധാന്തം അവതരിപ്പിച്ചത്. The middle range theory propounded by. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം എന്ന് ആലോചിച്ച് നോക്കിയേ. മിഡിൽ റേഞ്ച് സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? മെർട്ടൺ ആണ് അല്ലെ. മെർട്ടൺ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മെർട്ടൺ. The study of everyday behavior in situations of face to face interaction is called. അതായത് മുഖാമുഖം ഇടപെടുന്ന സാഹചര്യങ്ങളിൽ ദൈനംദിന പെരുമാറ്റത്തെ കുറിച്ചുള്ള പഠനത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിന്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം എന്ന് ആലോചിച്ചോ? ഏതാണ്? മൈക്രോ സോഷ്യോളജി. മൈക്രോ സോഷ്യോളജി. ദ സ്റ്റഡി ഓഫ് എവരിഡേ ബിഹേവിയർ ഇൻ സിറ്റുവേഷൻസ് ഓഫ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഈസ് കാൾഡ് മൈക്രോ സോഷ്യോളജി. അടുത്ത ക്വസ്റ്റ്യൻ. The term sociological imagination associated with. അതായത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? The term sociological imagination associated with dash. ഏതാണ് ശരി ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. റൈറ്റ് മിൽസ്. The term sociological imagination associated with റൈറ്റ് മിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. അതായത് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി അവതരിപ്പിച്ചത്. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഏതാണ് ശരി ഉത്തരം? ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? നോക്കാം നമുക്ക് ആരാണ്? CH കൂളി. CH കൂളി. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ CH കൂളി. അടുത്ത ക്വസ്റ്റ്യൻ. Who among the following is associated with legitimacy? അതായത് ഇനി പറയുന്നവയിൽ ആരാണ് നിയമസാധുതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? Who among the following is associated with legitimacy? ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഏതാണ് ശരി ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം എന്ന്? ഏതാണ്? മാക്സ് വെബർ. Who among the following is associated with legitimacy? മാക്സ് വെബർ. അടുത്ത ക്വസ്റ്റ്യൻ. The elementary forms of religious life was written by. അതായത് മതജീവിതത്തിന്റെ പ്രാഥമിക രൂപങ്ങൾ എഴുതിയത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? The elementary forms of religious life was written by. ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഡർക്കീം. ഡർക്കീം ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which is not a property of theory. അതായത് ഈ സിദ്ധാന്തത്തിന്റെ സ്വത്തല്ലാത്തത് ഏതാണ്? Which is not a property of theory. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ അകത്ത് ഏതാണ് which is not a property of theory? ഏതാണ് ശരി ഉത്തരം? ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ is not a property of theory. അടുത്ത ക്വസ്റ്റ്യൻ. Choose the wrong answer pertaining to empirical science. അതായത് അനുഭവ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ ഉത്തരം തിരഞ്ഞെടുക്കുക.
ഏതാണ് തെറ്റായ ഉത്തരം? ചൂസ് ദ റോങ് ആൻസർ പെർട്ടൈനിങ് ടു എംപിരിക്കൽ സയൻസ്. ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് തെറ്റായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഏതാണ്? മൈൻഡ് ഈസ് പ്രൈമറി. മൈൻഡ് ഈസ് പ്രൈമറി. അടുത്ത ക്വസ്റ്റ്യൻ. സോഷ്യൽ റിസർച്ച് ഈസ്. സോഷ്യൽ റിസർച്ച് ഡാഷ് ആണ്. 1 കോമൺ സെൻസിക്കൽ, എവിഡൻസ് ബേസ്ഡ്, വാല്യൂ ബേസ്ഡ്, ബ്രിങ്ങിങ് കാഷ്വൽ കണക്ഷൻ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ both 1 and 3 are wrong. Option B only 4 is correct. Option C only 1 is wrong. Option D both 3 and 4 are correct. സോഷ്യൽ റിസർച്ച് ഈസ്. സോഷ്യൽ റിസർച്ച് ഡാഷ് ആണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ബോത്ത് 1 and 3 are wrong. ബോത്ത് 1 ഏതാണ്? കോമൺ സെൻസിക്കൽ. 3 ഏതാണ്? വാല്യൂ ബേസ്ഡ്. ബോത്ത് 1 and 3 are wrong. അടുത്ത ക്വസ്റ്റ്യൻ. ക്രോസ് സെക്ഷണൽ ഡിസൈൻ ഈസ്. ക്രോസ് സെക്ഷൻ ഡിസൈൻ ഡാഷ് ആണ്. എന്താണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിന്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ക്രോസ് സെക്ഷണൽ ഡിസൈൻ ഈസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? സിൻക്രോണിക്. സിൻക്രോണിക്. അടുത്ത ക്വസ്റ്റ്യൻ. തിയറി കണ്ടെയ്ൻസ് ലോജിക്കലി കണക്റ്റഡ്. അതായത് സിദ്ധാന്തത്തിന്റെ യുക്തിപരമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സിദ്ധാന്തത്തിന്റെ യുക്തിപരമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തിയറി കണ്ടെയ്ൻസ് ലോജിക്കൽ കണക്റ്റഡ്. എന്താണ്? കൺസെപ്റ്റ്സ് അല്ലെ? കൺസെപ്റ്റ്സ്. അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.